ഹലോ എവരിവൺ, ഇവിടെ സ്ക്രീനിൽ രണ്ട് ബിസിനസ് നമുക്ക് കാണാൻ സാധിക്കും. സെയിം പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റത്തെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് വൺ കുറച്ച് ഡൾ ആണ്, അധികം കസ്റ്റമേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സെയിം പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ട് ഷോപ്പിന്റെയും ഫേറ്റ് ഡിഫറെന്റ് ആണ് അല്ലെ. ഈ ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ് അവിടെ ഡിഫറൻസ് മെയ്ഡ് ചെയ്യുന്നത്? ആക്ച്വലി കസ്റ്റമേഴ്സിന്റെ റീച്ച് ആണ് അവിടെ മെയിൻ ഡിഫറൻസ്. ബട്ട് സെയിം പ്രോഡക്റ്റ് ആണെങ്കിലും കസ്റ്റമേഴ്സിന്റെ റീച്ചിലെ ഡിഫറൻസ് വരാനുള്ള കാരണം എന്തായിരിക്കും? സോ ഇവിടെയാണ് ബിസിനസ്സിൽ തന്നെ രണ്ട് പവർഫുൾ കോൺസെപ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ രണ്ട് കോൺസെപ്റ്റും സെയിം ആണ്, സെയിം ഫംഗ്ഷൻ ആണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. പക്ഷെ ആക്ച്വലി സെയിം ഗോൾ ആണെന്നുണ്ടെങ്കിലും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്, ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഫസ്റ്റത്തത് മാർക്കറ്റിംഗ് എന്താ നോക്കാം. ദാറ്റ് ഈസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് യു ഡു ടു അട്രാക്ട് ആൻഡ് കീപ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യാനും നമ്മൾ ചെയ്യുന്ന എന്തും ആയിക്കൊള്ളട്ടെ, ബിസിനസ് ചെയ്യുന്ന എന്തും മാർക്കറ്റിംഗിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, സോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കടയിൽ കൊണ്ട് വിൽക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. കസ്റ്റമേഴ്സിലേക്ക് അതിന്റെ ഇൻഫർമേഷൻസ് പല വിധേന ഞാൻ എത്തിക്കുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഷോപ്പിൽ എത്തിച്ച പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കസ്റ്റമർ വന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലീഡ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ കസ്റ്റമർ വന്നത് മുതലുള്ള കാര്യങ്ങളാണ് സെല്ലിങ്ങിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിഞ്ഞൊരു കസ്റ്റമർ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, സെല്ലിംഗിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് യു ഡു ടു ക്ലോസ് എ ഡീൽ ആൻഡ് ജനറേറ്റ് സെയിൽ. വന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെയിൽസ്മാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സെല്ലിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് ഇത് സ്റ്റാർട്ടിങ്ങിലേ നടക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് എത്തി കസ്റ്റമേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡയറക്റ്റ് നടക്കുന്നതാണ് എന്ത്? സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കോൺസെപ്റ്റ്സിന്റെ കീ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് മുമ്പേ നടക്കുന്നതെന്ന് പറഞ്ഞു, സെല്ലിംഗ് പ്രൊഡക്ഷന് ശേഷമാണ്. ദെൻ മാർക്കറ്റിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ, സെല്ലിംഗിൽ പ്രൊഡക്റ്റ് ഫീച്ചർ ആണ്. ദെൻ ഇത് രണ്ടും ഡിഫറെന്റ് അപ്രോച്ച് ആണ്, പുൾ അപ്രോച്ച് ആൻഡ് പുഷ് അപ്രോച്ച്. മാർക്കറ്റിംഗിലെ പ്രൊഡക്റ്റും കസ്റ്റമറും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിനെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് ചെയ്യുന്നതെങ്കിൽ, സെല്ലിംഗില് ആ പ്രൊഡക്റ്റിനെ കസ്റ്റമറിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഗോൾ വന്നിട്ട് ലോങ് ടേം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമർ ട്രസ്റ്റ് ലോയാലിറ്റി ഒക്കെയാണ് മാർക്കറ്റിംഗിലെ ഗോൾ എന്നുണ്ടെങ്കിൽ, സെല്ലിംഗിൽ ഒരു ഇമീഡിയറ്റ് സെയിൽ ആണ്. ആ സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ എൻഡ് ചെയ്തു. ഇപ്പൊ ആദ്യം കണ്ട രണ്ട് ഷോപ്സിന്റെ ഡിഫറൻസ് എങ്ങനെ വന്നെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ്, മാർക്കറ്റിംഗ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞാൽ കൊമേഴ്സിലെ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ലോകത്തെ നിങ്ങളിൽ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. സോ സ്റ്റാർട്ട് നൗ, be clear and be confident, and remember, you are your brand. So make it powerful. Thank you.